ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. എനിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ഇല്ലാതിരുന്നത് കേട്ടോ. ക്ഷമിക്കണം എല്ലാവരും. നമുക്ക് ഇന്നത്തെ റീഡിങ് നോക്കാം. ഇന്നത്തെ എനർജി 10 of Wands. നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ജഡ്ജ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്സ് ഔട്ട്കമ്മായി കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ കാർഡുകളിലൂടെ നോക്കുമ്പോൾ ഇന്നത്തെ എനർജി, കറണ്ട് എനർജി ആയിട്ട് കിട്ടിയിരിക്കുന്നത് 10 of Wands ആണ്. ഇത് ഒരുപാട് ഭാരം താങ്ങിയിട്ട് മതിയായ ഒരു വിഷമിക്കുന്ന ഒരാളുടെ എനർജി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ജോലി ഭാരമായിരിക്കാം, ഇന്ന് ഒരുപാട് ജോലി നിങ്ങൾക്ക് തീർക്കാനുണ്ടായിരിക്കാം, അങ്ങനെയുള്ള ഒരു ഇതായിരിക്കാം. നമുക്ക് ഇതെല്ലാം 3 കാർഡും കൂടി കൂട്ടി വായിക്കുമ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാർഡായിട്ട് കാണുന്നു. ക്വീൻ ഓഫ് കപ്സ് ലാസ്റ്റ് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ നിങ്ങളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ബന്ധം നിങ്ങൾക്കൊരു ഭാരമായി തോന്നിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ആ ബന്ധത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ച് നിങ്ങൾ മടുത്തിരിക്കാം. നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കുമെന്നുള്ള വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ഒരുപാട് വേദനകൾ തന്നു ആ ബന്ധത്തിൽ നിന്ന്. അതൊന്ന് ഓവർകം ചെയ്യേണ്ട ഒരു സമയമായി എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ജഡ്ജ്മെൻ്റ് ആണെങ്കിലും നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു സമയമായി. നിങ്ങൾ ആ പഴയ വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് നിങ്ങളൊരു പുതിയ ഉണർവിനായി ആഗ്രഹിക്കുന്നു എന്ന് വേണം കരുതാൻ. നിങ്ങളങ്ങനെ ഒരു നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് അതിനാണ്. ഇതെന്നെല്ലാം മാറി നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന്, ഒരുപക്ഷെ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ വേദനകളിൽ നിന്ന് നിങ്ങൾ ഒരു പാഠം പഠിച്ചിരിക്കാം. നിങ്ങളെ സ്നേഹിക്കണമെന്നും നിങ്ങളുടെ സമാധാനമാണ് നിങ്ങൾക്ക് വലുതെന്നും നിങ്ങളുടെ കരിയറിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു തീരുമാനമെടുക്കണം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ കാർഡ് കാണിക്കുന്നത്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വേദനകളൊക്കെ മാറ്റിവെച്ച് പുതിയൊരു ഇതിലേക്ക് ഒരുപക്ഷെ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കാം നിങ്ങൾക്ക്. അങ്ങനെ ആ വേദനകളെ ഹീൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. ആ വേദനകളെ കീഴ്പ്പെടുത്താൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. നിങ്ങൾ സ്വയം സ്നേഹിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കാര്യങ്ങളെ നല്ല രീതിയിൽ വിലയിരുത്താനും നിങ്ങൾ പഠിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് അവസാനം നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു വിഷമങ്ങളൊക്കെ മാറ്റിവെച്ച് പുഞ്ചിരിക്കാനും ജീവിതത്തെ സ്നേഹത്തോടെ കാണാനും സന്തോഷത്തോടെ നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ഓറക്കൽ കാർഡ് കൂടി നോക്കി നോക്കാം. Someone got their eye on you. You are doing your research. ആരോ നിങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ജോലിയുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ വേദനകൾക്കും വിഷമങ്ങൾക്കും ഒന്നും കാരണം ഇത് കണ്ടെത്താതെ നിങ്ങളുടെ ജീവിതവുമായി നിങ്ങളെ സ്വയം സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോവുക. വേദനകൾക്കും വിഷമങ്ങൾക്കും എല്ലാം അവധി കൊടുത്ത് അതിൽ നിങ്ങളൊരു പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളെപ്പോഴാണ് കാണുന്നത് അപ്പോഴാണ് ഇത് റെസിനേറ്റ് ആവുക. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസിനേറ്റ് ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.